أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين اتقوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. ഖുർആൻ ഷരീഫ് നീ നല്ല രീതിയിൽ ഓതാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ഫജ്റിന്റെ തഫ്സീർ, ഇതിന്റെ മൂന്നാമത്തെ ഭാഗം അല്ലേ, മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്ർ, എന്നർത്ഥം പ്രഭാതത്തെ കൊണ്ട് സത്യം അല്ലേ. വലയാലിൻ അശർ, 10 രാത്രികളെ കൊണ്ട് സത്യം. വശഫ്ഇ വൽ വത്ർ, ഒറ്റയെ കൊണ്ട് സത്യം. വല്ലൈലി ഇദാ യസ്ർ, രാത്രിയെ കൊണ്ട് സത്യം. ഇദാ യസ്ർ, ആ രാത്രി സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ചെരിഞ്ഞാൽ. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ, ഈ മുകളിൽ പറഞ്ഞ സത്യങ്ങളിൽ ബുദ്ധി ചിന്തിക്കുന്നവർക്ക് എന്തെങ്കിലും വകയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. അലം തറ, നീ കണ്ടില്ലേ? കൈഫ ഫഅല റബ്ബുക, നിന്റെ രക്ഷിതാവ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. ബിആദ്, ആദ് സമൂഹത്തോട് എങ്ങനെ അള്ളാഹു പെരുമാറി, നിന്റെ റബ്ബ് പെരുമാറിയെന്ന് നീ കണ്ടില്ലേ. ഇറമ ദാത്തിൽ ഇമാദ് എന്ന് പറഞ്ഞാൽ ഇറം ഗോത്രക്കാരോട്. ദാത്തിൽ ഇമാദ്, തൂണുകളുടേവരായ ഇറം ഗോത്രക്കാരായ ആദ് സമൂഹത്തോട് എങ്ങനെയാണ് പെരുമാറിയെന്ന് നീ കണ്ടില്ലേ. അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, എങ്ങനെയുള്ളവരാണ്? ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, അവരെ പോലെയുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. അത്ര ശക്തരായിരുന്നു അവർ. അതുവരെ നമ്മൾ വളരെ വിശദമായ നിലയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സമൂദ് അല്ലദീന ജാബു സഖറ ബിൽ വാദ്, സമൂദ് ഗോത്രത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. സമൂദ് അല്ലദീന, സമൂദ് ഗോത്രത്തോടും നിന്റെ രക്ഷിതാവ് എങ്ങനെയാ പെരുമാറിയെന്ന് നീ കണ്ടില്ലേ. എങ്ങനെയുള്ളവരാണ് അവർ? ജാബു സഖറ ബിൽ വാദ്. ജാബു എന്ന് പറഞ്ഞാൽ എന്താ? ജാബു അവര് കഷ്ണവാക്കി, മുറിച്ചു. അസ്സഖ്റ എന്ന് പറഞ്ഞാൽ വലിയ പാറകളെ. നമ്മൾ സാധാരണ കല്ലിന് പറയുന്ന വാക്കാണ് ഹിജാറ എന്ന് പറയും. ഹജർ, ഹിജാറ അല്ലേ, അത് കല്ലുകൾക്ക് ഉപയോഗിക്കുന്നു. പക്ഷെ വലിയ പാറകൾക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് സഖ്ർ, സുഖൂർ, സഖ്ർ. ജാബു സഖ്റ ബിൽ വാദ്, താഴ്വരകളിലെ വലിയ വലിയ പാറകളെ അവര് അത് മുറിച്ച് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? വീടുകള്, നല്ല മണിമാളികകള് മനോഹരമായ നിലയിൽ അവർ ഉണ്ടാക്കുമായിരുന്നു. സമൂദ് ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? മഹാനായ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്, സമൂദ് ഗോത്രത്തിലേക്ക് അല്ല, സാലിഹ് നബി അലൈഹി സ്വലാം. മാഷാ അല്ലാഹ്, നമ്മുടെ ഷിബിൻ ഷാ പറഞ്ഞു സാലിഹ് നബി അലൈഹി സ്വലാം. ആദ് സമൂഹത്തിലേക്ക് ഇറക്കിയത്, ആദ് സമൂഹം കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞതാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് പറഞ്ഞു. ഹൂദ് അലൈഹി സ്വലാത്തു. മനസ്സിലായോ? അറബികളായ 4 പ്രവാചകന്മാർ ആരൊക്കെയാണ്? ഷുഐബ് നബി അലൈഹി സ്വലാം, സാലിഹ് നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചത് എങ്ങോട്ടാണ്? മക്കയിലെ ഖുറൈശികളിലേക്ക്. ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമെ പറഞ്ഞോ,
ആദ് സമൂഹത്തിലേക്ക്, സാലിഹ് നബി അലൈഹി ഇസ്ലാമെ സമൂദ് ഗോത്രത്തിലേക്ക്, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ മദിയനിലേക്ക്. മനസ്സിലായോ? ഇതെല്ലാം യഥാർത്ഥത്തിൽ മദിയൻ. ഇതൊക്കെ മദിയൻ ഇതൊക്കെ അറബികളിലെ എന്താണ്, പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഓടിപ്പോയ സ്ഥലമുണ്ടല്ലോ, ഈജിപ്റ്റ് വിട്ടിട്ട് ഓടിപ്പോയ മദീനിലേക്കല്ലേ പോയത്. അങ്ങനെ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളെ രണ്ടുപേര് കണ്ടുമുട്ടിയ സംഭവമാണ്, വിശദമായ ചരിത്രം ഉണ്ടല്ലോ. മദിയൻ അതായത് ഷാമിന്റെ പ്രദേശങ്ങൾപ്പെട്ടതാണ്. പക്ഷെ ഇതിനോട് യമനൊക്കെ ഉണ്ടല്ലോ, അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അപ്പം അറബി രാജ്യങ്ങളിൽ പിന്നെ കൂട്ടത്തിൽ വരുന്നതാണ് യമനും. മനസ്സിലായോ? അപ്പം ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഈ പറഞ്ഞ ആദ്യ സമൂഹം എന്താണ്, ഒമാന്റെയും ഹളറമൗത്തിന്റെയും ഇടയിലായിട്ട് വരുന്ന സ്ഥലമാണ്. മനസ്സിലായോ? യമന്റെ പ്രദേശങ്ങളിലായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ ഒരു സൂറത്തിന്റെ പേര് സൂറത്തുൽ അഹ്കാഫ്, ആ സ്ഥലത്തിന് ഇപ്പോഴും അഹ്കാഫ് എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അവിടേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് ആര്? മഹാനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽ വാദ്, സമൂദ് ഗോത്രക്കാരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ മഹാനായ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തെ പ്രബോധനം ചെയ്തു അള്ളാഹുലേക്ക്, തൗഹീദിലേക്ക്. ആ സമൂഹം അംഗീകരിക്കാൻ തയ്യാറായില്ല. ചെറിയൊരു വിഭാഗം മാത്രമാണ് അംഗീകരിച്ചത്. അപ്പോഴവർ പറഞ്ഞു, ഞങ്ങൾക്ക് പിന്നെ നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഈ പറയുന്ന വലിയ പാറയില്ലേ, ഈ പാറയുടെ ഉള്ളിൽ നിന്നും ഒരു നാക്കത്തെ ഒട്ടകം വേണം ഞങ്ങൾക്ക്, അത് ഗർഭിണിയായ ഒട്ടകം വേണം. മനസ്സിലായ? ഒട്ടകത്തെ ഇറക്കിത്തരണം. അവർ ഈ പാറയുടെ ഉള്ളിൽ നിന്നും ഒട്ടകത്തെ ഇറക്കിത്തരണമെന്ന് പറയാൻ കാരണം എന്താ? അവരുടെ ഒരു ഹോബിയായിരുന്നു ഈ പാറകൾ തുരന്നു ജാബുസ്സഖ്റ ബിൽ വാദ്, പിന്നെ പാറകൾ തുരന്ന് അതിൽ മാളികകൾ ഉണ്ടാക്കുക എന്നത്. ജാബ് എന്നുള്ള വാക്കുണ്ടല്ലോ, ജാബ് എന്ന് പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഒരു പാറ എടുത്തിട്ട് അതിനെ പൊട്ടിച്ചിട്ട്, അതുകൊണ്ട് നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പാറ പൊട്ടിച്ചിട്ടല്ലേ അതുകൊണ്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത്, അതല്ല, ആ അർത്ഥമല്ല. പലരും ആ രീതിയിൽ അർത്ഥം വെക്കാറുണ്ട്, അങ്ങനെയല്ല. അപ്പൊ അതൊരു വലിയൊരു മേന്മയായിട്ട് അല്ലാഹു തആല എടുത്ത് ഖുർആനിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ഏത് വീട് വെക്കുന്നതിന് വേണ്ടിയും അതിന്റെ ഫൗണ്ടേഷൻ കെട്ടുന്നത് പാറ പൊട്ടിച്ചുണ്ടാക്കുന്ന കല്ലുകൾ കൊണ്ടല്ലേ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത്. അതൊരു മേന്മയായിട്ട് അല്ലാഹു തആല എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ജാബുസ്സഖ്റ എന്ന് പറഞ്ഞാൽ ആ ഒരു സമൂഹത്തിന്റെ മേന്മയാണ് അല്ലാഹു എടുത്തത്. അവർക്കുണ്ടായിരുന്ന ഒരു ഭയങ്കരമായ കഴിവും അവരുടെ ആ ഒരു ആർക്കിടെക്ചറൽ, അവരുടെ ആ ഒരു ടാലന്റ്, കഴിവുകൾ, അതിനെ അല്ലാഹു എടുത്തു പറയുകയാണ്. വലിയ വലിയ പാറകളെ അവർ കഷ്ണങ്ങളാക്കി ഉള്ളിലേക്ക് തുരന്ന് കയറിയിട്ട് അതിന്റെ ഉള്ളിൽ മാളികകൾ ഉണ്ടാക്കും. അത് അവിടുന്ന് പൊട്ടിച്ചെടുത്തോണ്ട് വന്നിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഒരു വീടുണ്ടാക്കുന്നതല്ല. നമ്മളിപ്പം ഈ കമീസിന് ഇതിനെന്താ നമ്മൾ പറയുന്നത്? സാറിന് പോക്കറ്റിന് എന്താ അറബി പറയുന്നത്? ജൈബ് എന്നാ പറയുന്നത്. പോക്കറ്റ് ജൈബ് എന്ന് വെച്ചാൽ എന്താണ്? ഈ കമീസിന്റെ ഒരു ഭാഗം നമ്മൾ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ പോക്കറ്റ് ഉണ്ടാക്കുന്നു. ഈ ജാബ് എന്ന് പറയുന്നതാണ് ജൈബ്. മനസ്സിലായില്ലേ? ജാബു എന്ന് പറഞ്ഞാൽ അവർ കഷ്ണമാക്കി, അതായത് സഖ്റ, വലിയ പാറകളെ, ആ പാറകളെ എന്ത് ചെയ്തു? കത്വ ചെയ്ത് അതിനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്ത് അവര് മാളികകൾ ഉണ്ടാക്കുമായിരുന്നു. അത്ര വലിയ ശക്തരായിരുന്നു. അപ്പൊ അതുപോലെ പാറയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഒട്ടകത്തെ വേണമെന്ന് പറഞ്ഞു. ഒട്ടകത്തെ കൊടുത്തു, കുഞ്ഞിനെയും കൊടുത്തു, അതിന് പ്രസവിച്ചു, ഇഷ്ടാനുസരണം പാല് കിട്ടി. ആ പ്രദേശം മുഴുവൻ അവർക്ക് പാലിങ്ങനെ ചൊരിഞ്ഞു കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ പക്ഷെ ഒരു നിബന്ധന അല്ലാഹു തആല വെച്ചു, നാഖത്തല്ലാഹി വസുഖിയാഹ, അള്ളാഹുവിന്റെ ഈ ഒട്ടകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വസുഖിയാഹ, അതിനൊരു ദിവസം കുടിക്കാൻ വെള്ളം, അതിന്റെ ജലാശയം ഉണ്ടല്ലോ, അവിടുന്ന് വേറെ നിങ്ങളുടെ ഒട്ടകങ്ങളൊന്നും പോകാൻ പാടില്ല ആ സമയത്ത്. പക്ഷെ അവരത് ലംഘിച്ചു. ഫകദ്ദബൂഹു ഫഅഖറൂഹ, അവസാനം അവരെന്ത് ചെയ്ത്, ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫഅഖറൂഹ, അങ്ങനെ അവര് ആ ഒട്ടകത്തെ അവർ അറുത്തു. ദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ വലാ യഖാഫു ഉഖ്ബാഹ, അവരെ അല്ലാഹു ഫസവ്വാഹ ഫദംദമ അലൈഹിം റബ്ബുഹും, അവരുടെ രക്ഷിതാവ് അവരുടെ മേൽ അവന്റെ ശിക്ഷ, അള്ളാഹു എത്രത്തോളം ശിക്ഷ ഇറക്കിയെന്ന് പറഞ്ഞാൽ, സൈഹ, ഭയങ്കരമായ ഒരു അട്ടഹാസം, ഒറ്റ അട്ടഹാസത്തോടു കൂടി എല്ലാം നാമാവശേഷമായി ഫസവ്വ, അഡ്രസ് ഇല്ലാതാക്കി കളഞ്ഞു. അള്ളാഹു തആല പറയുകയാണ്, ഇങ്ങനെയുള്ള ആദ് സമൂദ് ഗോത്രങ്ങളെ
കൈകാര്യം ചെയ്തവനാണ് ഞാൻ. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കയിലെ കാഫിരീങ്ങളെ, മുശ്രിക്കീങ്ങളെ, അബൂജഹൽ, ഉത്ബ, ഷൈബ, അബൂ ലഹബ്, നിങ്ങളൊക്കെ ശക്തിയും പവറും സമ്പത്തും ഒക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ അഹങ്കരിക്കല്ലേ എന്ന് പറയാം. നിങ്ങൾ ഈ സമ്പത്തൊക്കെ കൊണ്ടുപോകാൻ കച്ചവടത്തിന് വേണ്ടി പോകുന്ന സ്ഥലമുണ്ടല്ലോ, യമന്, ഷാമൊക്കെ പോകുമ്പോൾ ആ സ്ഥലത്തൂടെ നിങ്ങൾ വിട്ടുകിടന്ന് പോകുന്നത്. ഈ സ്ഥലം ഈ പറയുന്ന ആദ്യ സമൂഹത്തെയും അതുപോലെ സമൂഹ ഗോത്രവും ഇതൊക്കെ വിട്ടുകിടന്നിട്ടാ പോകണം. അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം, അല്ലേ? നിങ്ങൾ ഭൂമിയിലൂടെ ചുറ്റി സഞ്ചരിക്കുക. എന്തിനു വേണ്ടി? കൈഫക്കാൻ ആഖിബത്തുൽ മുക്കദ്ദിബീൻ, അള്ളാഹുവിനെ നിഷേധിച്ചവര്, അള്ളാഹുവിന്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവര്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് അനുസരണക്കേട് കാണിച്ചവർ, അവരെ കളവാക്കിയവരോട് എങ്ങനെയാണ് രക്ഷിതാവ് അവരോട് പെരുമാറിയെന്ന് നിങ്ങളെന്ന്. അതിനുവേണ്ടിയാണ് രാജ്യം ചുറ്റി സഞ്ചരിക്കാൻ പറയുന്നത്, നാട് ചുറ്റി സഞ്ചരിക്കാൻ പറയുന്നത്, അല്ലേ? അവരോട് പറയുക, നിങ്ങൾ നോക്ക്, നിങ്ങൾ തന്നെ യാത്ര ചെയ്യുന്ന പോകുന്ന സ്ഥലമാണിതെല്ലാം. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊന്നും ഒന്നുമല്ല. അവരൊക്കെ വലിയ ആചാന ബാഹുക്കളായിരുന്നു, വലിയ ശക്തരായിരുന്നു. ഇന്നത്തെ കാലത്തൊന്നും ഇതുപോലെയുള്ള പാറകൾ തുറന്ന് അവരുടെ ടെക്നോളജിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം മണിമാളികകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രയാസമാണ്. ഇന്നത്തെ ടെക്നോളജി ഒന്നും ഇല്ലതാനും ഇല്ല, ഒന്നും ഇല്ലാത്തൊരു കാലത്ത്. ഇന്നൊക്കെ ഇപ്പം നമ്മൾ കേൾക്കാറുണ്ട്, പിന്നെ ഗസയിലൊക്കെ ഹമാസ് അവരൊക്കെ വലിയ വലിയ ടണലുകൾ ഉള്ളിലൂടെ മൈലുകളോളം കിലോമീറ്ററുകൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ ടെക്നോളജി ആദ്യം തുടങ്ങിയത് ആരാണ്? സമൂഹ ഗോത്രക്കാരാണ്. മനസ്സിലായില്ലേ? അതിൻ്റെയൊക്കെ മക്കളാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ആ ടെക്നോളജി അവർക്ക് നല്ല വശം, അതിന്റെ അഭിനായികളാണ് സന്താനപരം വരുന്നത്, ഫലസ്തീൻ മക്കളല്ലേ. വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽവാദ്. അതിനുശേഷം അള്ളാഹു പറഞ്ഞു വഫിർഔന ദിൽ ഔതാദ്. എല്ലാവരും വഫിർഔന ദിൽ ഔതാദ് الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب. ഫിർഔനോട് നിന്റെ റബ്ബ് എങ്ങനെ പെരുമാറിയെന്നും നീ കാണുന്നില്ലേ? നീ ഒന്ന് മനസ്സിലാക്ക. ഫിർഔൻ ആരാണ്? തൊട്ടടുത്തുള്ള സമൂഹത്തിനോട് വന്ന അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഡിസ്റ്റൻസിലുള്ളവരെ കുറിച്ച് പറയാം. പിന്നീട് പിൽക്കാലത്ത് വന്നവരാ ഈ ആദ്യ സമൂഹം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്, ആദ്യ സമൂഹമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജലപ്രളയം കഴിഞ്ഞതിന് ശേഷം അടുത്തു വന്ന സമൂഹമാണ്. ആര്? ആ പരമ്പരയിൽ വന്നവരാണ് സമൂദ്, പിന്നെ ആദ് ഗോത്രക്കാര്, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, അവരൊക്കെ. അതിനുശേഷം പിൽക്കാലത്ത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ആര് വരുന്നത്? ഫിർഔൻ വരുന്നത്, അല്ലേ? പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് ശേഷം പിന്നീട് ആ പരമ്പരയിൽ തന്നെ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇപ്പുറത്ത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കള്, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ യാക്കൂബ് അലൈഹി സ്വലാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയാണ് ബനി ഇസ്രായേലുകൾ. ആ ബനി ഇസ്രായേൽ വന്ന പ്രവാചകനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സമൂഹവും യഥാർത്ഥത്തിൽ ഈജിപ്തിൽ വന്നു. ബനി ഇസ്രായേലുകൾ അവിടുന്ന് ഫലസ്തീനിൽ നിന്നും ഈജിപ്തിലേക്ക് പോയി. ആ സമയത്ത് ഈജിപ്തിന്റെ ഭരണാധികാരികളുണ്ടല്ലോ, ഈജിപ്തിന്റെ ഭരണാധികാരികൾക്ക് പറയപ്പെടുന്ന ഒരു പേരാണ് ഫിറൗൻ എന്നുള്ളത്. ഫിറൗൻ എന്നൊരു വ്യക്തിയുടെ പേരല്ല, അവിടുത്തെ മുലൂക്ക് മസർ, ഈജിപ്തിലെ രാജാക്കന്മാർക്ക് പറയപ്പെടുന്ന അവരുടെ ഒരു ലക്കബാണ് ഇത് ഫിറൗൻ എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ എന്താണ് ഫിറൗന് മൂസ എന്ന് എടുത്തു പറയുന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ ഒരുപാട് ഫിറൗന്റെ പ്ലൂറലാണ് ഫറായിന എന്ന് പറഞ്ഞത്. ഒരുപാട് ഫിറൗന്മാർ കഴിഞ്ഞു പോയി, മനസ്സിലായില്ലേ? ആ ഫിറൗന്റെ സമൂഹത്തിന് പറയപ്പെടുന്ന പേരാണ് കിബിത്തികൾ, അക്ബാത്തുകൾ, കിബിത്തി, മനസ്സിലായില്ലേ? ആ കിബിത്തികളുടെ രാജാക്കന്മാർക്ക്, അവരെ ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് കൊടുക്കുന്ന ഒരു പേരാണ് ഇത് ഫിറൗൻ എന്നുള്ള പേര്, ഫറായിൻ. അപ്പൊ ആ പരമ്പരയായിട്ട് വന്ന അതിൽപ്പെട്ട ഒരു ഫിറൗനാണ് ഫിറൗൻ മൂസ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ശരിയായ പേരെന്ന് പറഞ്ഞ റംസീസ് സാനി എന്നറിയപ്പെടുന്നത്, റംസീസ് രണ്ടാമൻ എന്നറിയപ്പെടുന്നത് ഈ ഫിറൗന്റെ യഥാർത്ഥ പേരെന്ന്. പക്ഷെ ഖുർആൻ ഷരീഫില് ധാരാളമായിട്ട് ഈ ഒരു പേര് ആവർത്തിക്കപ്പെടുന്നുണ്ട് ഫിറൗൻ. ഖുർആനിൽ ഏതാണ്ട് 27 സൂറത്തുകളിലായിട്ട് 74 പ്രാവശ്യം ഫിറൗൻ എന്ന വാക്ക് വരുന്നുണ്ട്. 27 സൂറകളിൽ 74 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പം
ഫിറഔന്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയധികം ആവർത്തിക്കപ്പെടാനുള്ള കാരണം ദിൽ ഔത്താദ് ഫിറഔന ദിൽ ഔത്താദ്, വത്തതുകളുടെ ഉടമയായ ഫിറഔൻ. മഹത്തുക്കളായ ഉലമാക്കൾ ഈ ഔത്താദ് എന്ന് പറഞ്ഞാൽ സാധാരണ പിന്നെ കുറ്റികൾ എന്ന് പറയാം, ആണികൾ എന്ന് പറയാം, സ്തൂപങ്ങൾ എന്ന് പറയാം. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനൊരു പിന്നെ ദിൽ ഔത്താദ് ഒരു ഉടമയെന്നാണ്. സാഹിബു ഹാദൽ ബൈത്ത്, സാഹിബുൽ ബൈത്ത്, ദിൽ ബൈത്ത് അല്ലേ, വീടിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നതാണ്. അപ്പൊ ഔത്താദിന്റെ ഉടമയായ ഫിറഔൻ. അള്ളാഹു അങ്ങനെ ഒരു പദം ഉപയോഗിക്കണമെങ്കിൽ വെറുതെ അള്ളാഹു ഉപയോഗിക്കത്തില്ലല്ലോ. ഉലമാക്കൾ പറഞ്ഞു, മുഫസ്സിരീങ്ങളായ മഹാന്മാര് പറഞ്ഞു ഔത്താദ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഒരു കൂട്ടം ഉലമാക്കൾ പറഞ്ഞു ഫിർഔന ദിൽ ജുനൂദിൽ ഹാഷിദ, അതിശക്തരായ പട്ടാളത്തിന്റെ ഉടമയായ ഫിറഔൻ. ഫിറഔന്റെ പട്ടാളം ലോകത്തുള്ള മുഴുവൻ പട്ടാളങ്ങൾ അതിജയിക്കുന്ന അതിശക്തരായ പട്ടാളമായിരുന്നു അവർക്ക് ഫിറഔനുണ്ടായത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വേറെ ഉലമാക്കൾ പറഞ്ഞു ഔത്താദ് എന്ന് പറയുന്നത് ഒരു ശക്തി അറിയിക്കുന്നതാണ്. സാധാരണ ഒരു ശക്തിയായിരുന്നില്ല, ഭയങ്കരമായ ശക്തിയായിരുന്നു ഫിറഔനുണ്ടായിരുന്നത് ഔത്താദ് എന്നുള്ള പദം. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു ഔത്താദ് എന്ന് പറഞ്ഞാൽ അവിടെ ഇയാളുടെ കൊട്ടാരത്തിനകത്ത് ചില കവായ്മകൾ ഉണ്ടായിരുന്നു, പ്രത്യേകം ചില ഏരിയകൾ ഉണ്ടായിരുന്നു, വലിയ തൂണുകൾ. ഈ തൂണുകൾ അതായത് വലിയ വലിയ കുറ്റികൾ അവനോട് ധിക്കാരം കാണിക്കുന്ന, എതിര് പ്രവർത്തിക്കുന്ന, അതായത് ഈ രാജാവിനോട് എതിര് പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് പട്ടാളക്കാരെ കൊണ്ട് അതിമൃഗീയമായ നിലയിൽ, ക്രൂരമായ നിലയിൽ ശിക്ഷിക്കുമായിരുന്നു ആര്, ഫിറഔൻ. അതുകൊണ്ടാണ് ഫിറഔൻ ഇത് അവന്റെ ഒരു ഹോബിയായിട്ട് മാറി. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു ഔത്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ മുഗൾ രാജാക്കന്മാരൊക്കെ അവര് ഈ ലോകത്ത് നമ്മുടെ ഇന്ത്യയിലേക്ക് ബാക്കിയാക്കിയിട്ട് പോയത് എന്താണ്, കുറെ താജ്മഹൽ, കുത്തുബ് മീനാർ, ലാൽ കില പോലെയുള്ള കുറെ അവര് നല്ല പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇന്നും ഇന്ത്യയുടെ ഒരു മുഖമായിട്ട് ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. ഇതേപോലെ ഫിറഔന് അവന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഒരുപാട് പാർക്കുകൾ, അതുപോലെ തന്നെ ഒരുപാട് കളിസ്ഥലങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒക്കെ ഇഷ്ടംപോലെ ഈജിപ്തിനെ നിറയെ ഇങ്ങനെ ഉണ്ടാക്കി അദ്ദേഹം. അതിലൊരു ഹോബിയായിരുന്നു. അതാണ് ഔത്താദ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഒരു കൂട്ടം ഉലമാക്കൾ പറഞ്ഞു. ഫിറഔനതിൽ ഔത്താദ്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു ഹറമുകളിൽ ഇന്ന് ഇപ്പം നമ്മൾ ഈജിപ്ത് വിസിറ്റ് ചെയ്യുന്നതിന്റെ പ്രധാനത ലോകാത്ഭുതങ്ങൾ, 7 അത്ഭുതങ്ങൾപ്പെട്ട ഒന്നാണ് ഇത് ഈജിപ്തിലെ പിരമിഡുകൾ അല്ലേ. അതിന് നമ്മൾ അറബി പറയുന്ന ഹറം എന്ന ഹറം ഇഹ്ദിനസ്റാത്തയുടെ ഹ ഉണ്ടല്ലോ, ഹറം എന്ന് പറയുന്നത് കേട്ടോ, ഹ ഇപ്പൊ വരുന്നത്. ആ ഹ വരുന്നത് ഇത് തൊണ്ടയുടെ നടുക്കുന്ന വരുന്നത് ഹ, അൽഹംദുലില്ലാ. ആ ഹ അല്ല, ഹായാണ് ഹറം. അതിന്റെ ജമാണ് അഹ്റാം. മനസ്സിലായോ? ഈ ഹറമുകൾ എന്ന് പറയുന്നത് ഈ പിരമിഡുകൾ. ഈ പിരമിഡുകൾ ലോകാത്ഭുതങ്ങളിൽപ്പെട്ട അത്ഭുതമാണ്. ഈജിപ്തൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. നമ്മുടെ ദാറുൽ ഖുർആനിൽ എല്ലാവരെയും ഒന്ന് കൂട്ടിക്കൊണ്ട് വിസിറ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അവിടെ പോകുമ്പം ഇയാളുടെ അവിടുത്തെ മ്യൂസിയത്തിലാണ് ഈ ഫിറൗന്റെ ബോഡി ഉള്ളത്. മനസ്സിലായോ? അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി ഒരു അത്ഭുതമായിട്ട് അല്ലാഹു ആക്കി വെച്ചത്. നമുക്ക് പോയിട്ടുണ്ടോ? പോണം, വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. കാരണം സൂറത്ത് യൂനുസിനകത്ത് അല്ലാഹു പറയുന്നുണ്ട്, പിന്നെ അതിൽ മുങ്ങി ചത്തതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ ബോഡിയെ ഞാൻ ഖിയാമത്ത് നാൾ വരെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞു. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യർക്ക് ഒരു പാഠമായിട്ട്, ദൃഷ്ടാന്തമായിട്ട്. നോക്കിയേ, ഏറ്റവും വലിയ ക്രൂരനായ അന റബ്ബുക്കുമുൽ അഅല, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ഞാനല്ലേ നിങ്ങളുടെ അലൈസലി മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ കാണുന്ന വിശാലമായ ഈജിപ്ത്, ഇന്നത്തെ ഈജിപ്ത് അല്ല, അന്ന് പരന്നു കിടക്കുന്ന ഈജിപ്റ്റ് ആയിരുന്നു. ആ ഈജിപ്തിന്റെ അധികാരം എന്റെ കയ്യിലല്ലേ. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈജിപ്തിന്റെ നൈൽ നദി ഉണ്ടല്ലോ, ഈ നൈൽ നദി ഇതൊക്കെ ഒഴുകുന്നത് എന്റെ അധികാരത്തിന്റെ കീഴിലല്ലേ എന്ന് അഹങ്കാരത്തോടുകൂടി പറയും. ആ ഫിറോൻ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? സ്വപ്നത്തിൽ ഫിറോൻ കണ്ടത് ഷാമിന്റെ ഭാഗത്തുനിന്നും ഫലസ്തീന്റെ ഭാഗത്തുനിന്നും ഒരു തീ ഇങ്ങനെ വരുന്നു. തീ വന്നിട്ട് പിന്നെ ബുയൂത്തുൽ അഖ്ബാത്ത്, അതായത് ഫിറഔന്റെ സമൂഹമായ ഖിബ്തികളുടെ വീടുകളെല്ലാം ഇങ്ങനെ കരിച്ചു കളയുകയാണ്.
പക്ഷെ ബനു ഇസ്രായേൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൗമുണ്ടല്ലോ ബനു ഇസ്രായേൽ, അവരിലേക്കൊന്നും സ്പർശിക്കുന്നതില്ല, തീ അങ്ങോട്ട് പോകുന്നതില്ല, കരിച്ചു കളയുന്നത് മൊത്തം. അവസാനം വന്ന് കയറി പിടിക്കുന്നത് അവന്റെ സിംഹാസനത്തിലേക്കും വരുന്നു. ഇത് ഞെട്ടി ഉണർന്നതിന് ശേഷം പുള്ളിക്ക് ആകെ ബേജാറായി. അവിടുത്തെ ഈ സ്വപ്ന വ്യാഖ്യാതാക്കളെയും സാഹചര്യങ്ങളെയും എല്ലാവരും വിളിച്ചു കൂട്ടി. എന്താ ഇതിന്റെ വ്യാഖ്യാനം? അപ്പോഴവർ പറഞ്ഞു, ഇവിടെ ബനു ഇസ്രായേലുകൾ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. ആ കുഞ്ഞ് നിങ്ങളുടെ അധികാരം തെറിപ്പിക്കും, സർവാധികാരം അവരുടെ കീഴിലേക്ക് മാറും, അതുകൊണ്ട് സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. ആ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായി നിന്റെ അധികാരം തെറിപ്പിക്കും, ഇനി ഈ സ്വേച്ഛാധിപത്യം ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു ആദ്യം. അപ്പോൾ എന്ത് ചെയ്തു? അപ്പം കൂടുതൽ ദേഷ്യം വന്നു, കോപാകുലനായി പറഞ്ഞു, ബനു ഇസ്രായേലിൽ ജനിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ പറഞ്ഞു. കുഞ്ഞുങ്ങളെ കൊല്ലാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിയ സമയത്ത് അവരൊക്കെ വന്നിട്ട്, പലരും ഈ കിബിത്തികൾ തന്നെ വന്നിട്ട് പറഞ്ഞു, ഇവരേക്ക് ഈ ആണുങ്ങളെല്ലാം കൊല്ലാൻ തുടങ്ങിയാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ജോലി ചെയ്യാൻ ആൾ വേണ്ടേ? കാരണം എന്താ, ഇവരെ കൊണ്ടാണ് ഇവരുടെ ജോലിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോഴും ഫലസ്തീൻ മക്കളെ കൊണ്ടാണല്ലോ ഇസ്രായേലിൽ ഫലസ്തീനികളായ പാവങ്ങളെ കൊണ്ട് ഇവർ അടിമപ്പണി ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ, അതേപോലെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കൊല്ലാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്നെ അറുതി വരുത്തണമല്ലോ. അങ്ങനെ അപ്പോൾ പറഞ്ഞു, എന്നപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു വർഷം നമുക്ക് കുഞ്ഞുങ്ങളൊന്നും കൊല്ലണ്ട, അപ്പോൾ അവരുടെ കൂടെ കുറച്ച് ആളുകൾ വളർന്നോട്ടെ, രണ്ടാമത്തെ വർഷം എന്ത് ചെയ്യണം, കൊല്ലണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഈ മൗഇദുണ്ടല്ലോ, ഏത് വർഷമാണോ കുഞ്ഞുങ്ങളെ കൊല്ലണ്ടെന്ന് പറഞ്ഞത്, ആൺകുട്ടികളെ കൊല്ലണ്ടെന്ന് പറഞ്ഞത്, ആ വർഷത്തിൽ ജനിച്ച മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരനുണ്ടല്ലോ, ആര്? ഹാറൂൻ അലൈഹി സ്വലാം, മൂത്ത മോനാണ്, മൂത്ത സഹോദരനാണ്. രണ്ടാമത്തെ ആളാണ് ആര്? മൂസ നബി അലൈഹി. ആ ടൈമിൽ ജനിച്ച ആളാണ് ഹാറൂൻ അലൈഹി സ്വലാം. അപ്പൊ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് പ്രശ്നമില്ല. രണ്ടാം ടൈം ഉണ്ടല്ലോ, ഏത് കൊല്ലാന്റെ ആ ടൈമിലാണ്, ആ സമയത്താണ്, ആ വർഷമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഫിറഔന്റെയും സംഭവം വളരെ സംഭവബഹുലമായ ചരിത്രം വിശദമായിട്ട് പറയുന്നൊരു അധ്യായമുണ്ട് ഖുർആനില്, സൂറത്തുൽ ഖസസ്. മാഷാ അല്ലാഹ്, എല്ലാവരും ഒരു മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അൽ ഐഷു മഅൽ ഖുർആൻ, ഖുർആനോടൊപ്പം ചേർന്നുള്ള ജീവിതം അല്ലാഹ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഫഹ്മുൽ ഖുർആൻ. അതിനകത്ത് അല്ലാഹു തആല വിശദമായി ഖസസ് എന്ന് പറഞ്ഞാൽ ഖിസ്സയുടെ പ്ലൂറലാ ഖസസിൽ. ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, 8 സംഭവമുള്ളൂ. ഇതിനെ തന്നെ ഒരുപാട് സംഭവങ്ങളെ സ്ഥാനത്ത് നിർത്തി അല്ലാഹു തആല. ഏത്? ഫിറഔനും മൂസയുമായിട്ടുള്ള ഈ സംഭവം അല്ലാഹു തആല പറയാൻ, ഞാൻ ഈ സംഭവം വിശദമായിട്ട് അങ്ങോട്ട് പറയാം. നഹ്നു നഖുസ്സു അലൈക എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് അല്ലാഹു തആല ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅൻ യസ്തളിഫു ത്വായിഫത്തൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹി നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ അവൻ അഹങ്കരിച്ചു. അതേ വാക്ക് തന്നെ അല്ലദീന, എന്താണ്, വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഇങ്ങനെയുള്ളവരാണ് തഗൗ, അവർ അഹങ്കരിച്ചു. അലാ, തഗാ, ഇതൊക്കെ എന്താണ്? അതിക്രമം കാണിച്ചു, പരിധി വിട്ടു, അഹങ്കരിച്ചു. ആ വാക്കുകൾ, ആ അർത്ഥമൊക്കെ അതിന്റെ സമാനമായ അർത്ഥങ്ങളാണ്. ഫിൽ ബിലാദ്, സമൂഹത്തിൽ, നാട്ടിൽ, നാടുകളിൽ. മനസ്സിലായോ? അലാഫിൽ വജഅല അഹ്ലഹാ ശിയഅൻ യസ്തൽഇഫു ത്വായിഫത്തൻ മിൻഹും, തന്റെ സമൂഹത്തെ, ആ ജനതയെ പല തട്ടുകളാക്കി. യസ്തൽഇഫു ത്വായിഫത്തൻ മിൻഹും, അതിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ ബലഹീനരാക്കുന്നു. യുദബ്ബിഹു അബ്നാഅഹും, എന്നൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്ന അവസ്ഥ അത് തന്നെയല്ലേ. പാവപ്പെട്ട ന്യൂനപക്ഷക്കാരായ മുസ്ലിമീങ്ങളെ അവരെ ബലഹീനരാക്കി, അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അവരെ ഉന്മൂലനാശം വരുത്തുന്നതിന് വേണ്ടി, അല്ലേ? യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഈ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ള ഹോബി ഇതിപ്പം ഈ ജൂതന്മാരുടെ സ്വഭാവം, പണ്ട് മുതൽ ഫിറൗനാണ് തുടങ്ങി വെച്ചത്. ഈ കുഞ്ഞുങ്ങളെ എന്തിനാ കൊല്ലുന്നത്? എന്തിനു വേണ്ടിയാണ്? അടുത്ത തലമുറ ഇല്ലാതാകാൻ വേണ്ടി. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കുന്നത് അവിടെ അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഫലസ്തീൻ മുജാഹിദീങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അവർ മനസ്സിലാക്കി അവരെ കൊല്ലാൻ വേണ്ടി അവരെ കൊല്ലുന്നത്. അങ്ങനെയല്ല, മനഃപൂർവ്വം തന്നെ എന്തെയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. ഇന്നലെ എന്തെല്ലാം 10, 70, 80 വർഷമായിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുവാണ്. കുഞ്ഞുങ്ങളെ കൊന്നു വംശീയ ഉന്മൂലനമാണ്. മനസ്സിലായോ? പക്ഷേ എത്ര അവരെ കൊന്നു? 10 പേരെ കൊന്നാൽ 100 പേര് വീണ്ടും ജനിക്കുകയാണ്. അല്ലാഹ്. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹി നിസാഅഹും, എന്നുവെച്ചാൽ പെൺമക്കള് അവർക്ക് ജീവിക്കാൻ അനുവദിക്കും, ആ മക്കളെ കൊന്നൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിൽ തന്നെ ആ കുഞ്ഞിനെ ജനിപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ചു. അപ്പോ
ഫിറഔന്റെ പട്ടാളം. ഇതിൽ ഔത്താദിന്റെ ഒരു അർത്ഥം എന്താണ്? പട്ടാളമല്ലേ. ഈ പട്ടാളക്കാർ ഓരോ വീടുകളും കയറി ഇറങ്ങി കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൺമുമ്പിലിട്ട് തന്നെ കൊല്ലുവാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മ, നമ്മുടെ പേരെന്താണ്? മറിയമാണോ ഫാത്തിമയാണോ? ഏതായാലും എൻ്റെ ഓർമ്മയിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവര് ആ കുഞ്ഞിന് ജന്മം നൽകി. ജന്മം നൽകിയ അപ്പോൾ തന്നെ പേടിച്ചു, ഭയന്നു. നോക്കുമ്പം പട്ടാളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ കുഞ്ഞിനെ കൊല്ലും. അല്ലാഹു തആല എന്താ പറഞ്ഞ? ഉമ്മയോട് എന്താ പറഞ്ഞത്? ഫൗഹൈനാ ഇലാ ഉമ്മി മൂസ. സൂറത്തുൽ ഖസസാണത്. അൻ അർദിഈഹി. അല്ലാഹ് പറയാണ്, ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം ഞാൻ നേരിട്ട് ഏറ്റെടുത്തു. അല്ലേ? ഇവരിങ്ങനെ അതിദാരുണമായ നിലയിൽ ബോംബിട്ട് കൊല്ലുമ്പോഴും ഒക്കെ ചിലപ്പോൾ നമ്മൾ കാണാറുള്ളൂ, പത്രങ്ങളിലും ന്യൂസുകളൊക്കെ കേൾക്കാറില്ലയോ, ഇത്രയും എന്താണ് പൊടിഞ്ഞ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ ജീവനോടെ കുഞ്ഞിനെ കിട്ടിയെന്ന്. അല്ലേ? പാപ്പയും ഉമ്മയും കുടുംബം മുഴുവൻ തകർന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പൊ അള്ളാഹ് ജീവിപ്പിക്കാൻ തീരുമാനിച്ചു. വൗഹൈനാ ഇലാ ഉമ്മി മൂസ. നാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയ്ക്ക് വഹി നൽകി. അൻ അർദിഈഹി. ആ കുഞ്ഞിന് മലയൂട്ടാൻ പറഞ്ഞു. അൻ അർദിഈഹി. പിന്നെന്താ പറഞ്ഞു? വൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഈഹി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഉമ്മയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുക്കുകയാണ്. ആ കുഞ്ഞിന് നിങ്ങൾ മുലയൂട്ടിയതിനു ശേഷം പിന്നീട് ഒരു പെട്ടി ഉണ്ടാക്കണം. അല്ലേ? ആ പെട്ടി ഉണ്ടാക്കിയിട്ട് ആ പെട്ടിയിലേക്ക് വൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഈഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. നിങ്ങൾക്കൊരു പേടി വരുന്നു, ആ പട്ടാളക്കാർ വന്ന്, ഫിറഔന്റെ പട്ടാളക്കാർ വന്ന് കൊല്ലുമെന്ന് ഭയം വന്നാൽ ഉടനെ എന്ത് ചെയ്യണം? ഫഅൽഖീഹി ഫിൽ യം. ഒരു പേടകം ഉണ്ടാക്കിയിട്ട് ആ പേടകത്തിനകത്താക്കിയിട്ട് നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞേക്കാൻ പറഞ്ഞു. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹ്. ഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി. എന്താ പറഞ്ഞേ? പേടിക്കണ്ട. വലാ തഹ്സനി. ദുഃഖിക്കണ്ട. ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. എന്താ അർത്ഥം? നാം ഈ കുഞ്ഞിനെ നിന്റെ കയ്യിൽ മടക്കിത്തരാം. വജാഇലൂഹു മിനൽ മുർസലീൻ. ഈ കുഞ്ഞിനെ മുർസലീങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. فالتقطه آل فرعون ليكون لهم عدوا وحزنا إن فرعون وهامان وجنودهما كانوا خاطئين. ഒഴുക്കിനെതിരെ ഈ പേടകം ഇങ്ങനെ പോവുകയാണ്. പോകുമ്പം അവിടെ ഫിറഔന് അവന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവില്, പ്രത്യേകിച്ച് നൈൽ നദിയുടെ തീരത്ത് ഭാര്യയോടൊപ്പം സല്ലപിക്കാൻ വേണ്ടി അവരോടൊപ്പം എൻജോയ്മെന്റ് എൻ്റെ സൈഡിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭാര്യ ആരാണ്? ആസിയ റളിയല്ലാഹു തആല. ചില ഉലമാക്കൾ പറഞ്ഞു ഔത്താദ് എന്ന് പറഞ്ഞാൽ ആസിയ റളിയല്ലാഹു തആല അൻഹ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ വിശ്വസിച്ചതിന് ശേഷം കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി വത്തുകൾ ഉണ്ടാക്കി, ആണികൾ കുറ്റികൾ അടിച്ചിട്ട് 4 കുറ്റികൾ ഉണ്ടാക്കിയിട്ട് ആ കുറ്റിയുടെ മുകളിൽ കടത്തി കമഴ്ത്തി കിടത്തിയതിനു ശേഷം അതിന്റെ മുകളിൽ ഒരു കറങ്ങുന്ന ചക്കി അതിന്റെ മുകളിൽ വെച്ചു. അതിന് ആ ചക്കി ഈ ആണിക്കകത്തോട്ട് 4 കുറ്റികളിലേക്ക് ആ ബോഡി പൂർണ്ണമായ നിലയിൽ അതിലേക്ക് അമർത്തി. അതുകൊണ്ട് ജീവന് വേണ്ടി വളരെ നിഷ്ഠൂരമായ നിലയിൽ സ്വന്തം ഭാര്യയെ കൊല്ലുവാണ് അവസാനം വരെ. അതിന്റെ മുകളിലേക്ക് ഈ റഹ കൊണ്ടുവച്ചു, ചക്കി കൊണ്ടുവച്ച് ഇങ്ങനെ കറങ്ങുന്ന ചക്കി, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. മഹദി ആസിയ റളിയല്ലാഹു തആല അൻഹ സമയത്ത് സൂറത്ത് തഹരീമിന്റെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്, വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ആ സമയത്ത് മഹദി ആസിയ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പഠിച്ചവനെ എന്നെ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി അതിക്രൂരമായ നിലയിൽ എന്നെ ശിക്ഷിക്കുകയാണ് പഠിച്ചവനെ, എനിക്കിതിന് പകരം ഈ മാലയ്ക്ക് പകരം സ്വർഗത്തിലൊരു മാലയെ എനിക്ക് പണിഞ്ഞു തരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് പകരമായിട്ട് സ്വർഗത്തിലെ മാളിക നേരിട്ട് കാണിച്ചു കൊടുത്തത്. നോക്കുമ്പം അവസാന നിമിഷം മരിക്കാൻ പോകുന്ന സമയത്ത് മഹദി ആസിയ റളിയല്ലാഹു തആല അൻഹ പുഞ്ചിരിക്കുകയാണ്, ചിരിക്കുകയാണ്. കാരണം എന്താണ്? കിട്ടാൻ പോകുന്ന മാളിയെക്കുറിച്ച്. ആ വത്തുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. ഔത്താദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി, ആസിയ റളിയല്ലാഹു തആല അൻഹയെ വധിക്കുന്നതിന് വേണ്ടി ഫിർഔൻ അടിച്ച കുറ്റികൾ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ഉലമാക്കൾ പറഞ്ഞു. അല്ലാഹ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കുഞ്ഞ് ഒഴുകി ചെല്ലുകയാണ്. അവിടെ നോക്കുമ്പോൾ നേരെ ചെന്ന് എടുക്കുന്ന ഫിറൗന്റെ അടുക്കലേക്കാണ് പോകുന്നത്.
ഫിറോന്റെ അടുക്കലേക്ക് നോക്കുമ്പോൾ ഒരു പേടകം ഇങ്ങനെ ഒഴുകി വരുന്നു. ഭാര്യ ആസിയ റളിയല്ലാഹു തആല അൻഹ ഇത് കാണുകയാണ്. അവർക്കാണെങ്കിൽ ഒരു കുഞ്ഞില്ല. അപ്പോൾ ഫൽതഖതഹു ആലു ഫിറഔൻ, ഫിറഔന്റെ കുടുംബം ആ കുഞ്ഞിനെ എടുത്തു. ആ കുടുംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഭാര്യ. എന്നിട്ട് എന്താ പറഞ്ഞേ? ലിയകൂന ലഹും അദുവൻ വഹസന, ഈ കുഞ്ഞ് അവർക്ക് തന്നെ ശത്രുവാകുന്നവർക്കറിയാം. അദുവൻ വഹസന എന്ന് പിന്നീട് ഭാവിയിലാവും എന്ന് അള്ളാഹ് പറയുകയാണ്. ഇവരിപ്പോ ഒന്നും പറയുന്നില്ല. ഫിറോൻ പറഞ്ഞു, ഇത് കുഞ്ഞ് ആ കുഞ്ഞല്ല. നോക്കുമ്പം തട്ടിയേക്കാൻ പറഞ്ഞു. ഫിറോൻ പറഞ്ഞു, കൊന്നേക്കാൻ പറഞ്ഞു. ഭാര്യ എന്താ പറഞ്ഞേ? ഖുർറത്തു ഐനിൻ ലി വലക, എത്ര നല്ല മനോഹരമായ ഒരു കുഞ്ഞാണ്, കാണാൻ എന്ത് രസമുണ്ട്. നമുക്കൊരു കുഞ്ഞില്ലാത്തല്ലേ, നമുക്ക് ഈ കുഞ്ഞിനെ ദത്തെടുത്തൂടെ? ഇത്ര വലിയ ക്രൂരനാണെങ്കിലും ഭാര്യയുടെ വാക്കിനകത്ത് വീണു ഇല്ലയോ? ഭാര്യയുടെ വാക്കിനകത്ത് എല്ലാ ഭർത്താക്കന്മാരും വീഴും അല്ലേ? അങ്ങനെ വീഴണമെങ്കിൽ അവർക്ക് കൂടുതൽ നമ്മൾ സ്നേഹം കൊടുക്കണം. അപ്പോൾ അവർ തിരിച്ചു പറയുമ്പോൾ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഫൽതഖതഹു ആലു ഫിർഔന ലിയകൂന ലഹും അദുവൻ വഹസന ഇന്ന ഫിർഔന വഹാമാന വജുനൂദഹുമാ കാനൂ ഖാതിഈൻ. ഫിർഔനും ഹാമാനും അവരുടെ പട്ടാളവും അവർക്ക് വലിയ പിഴവ് സംഭവിച്ചു. പാവപ്പെട്ട മുജാഹിദീങ്ങളെ അവരെ കൊന്നൊടുക്കാൻ വേണ്ടി 1 വർഷവും 1.5 വർഷം എത്രയോ വർഷങ്ങളായിട്ട് എല്ലാ രീതിയിലും സർവശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ലോകത്തുള്ള വൻ ശക്തികളെല്ലാവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പാവങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി എത്രയോ മാസങ്ങളായിട്ട്, വർഷങ്ങളായിട്ട്, രാവും പകലും അല്ലേ, ഒരു വലിയ രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കാൻ ആവശ്യമായ തരത്തിലുള്ള ബോംബുകളാണ് അവിടെ വർഷിച്ചിട്ടുള്ളത്. ചെറിയൊരു തുരുത്തിനകത്ത് വർഷിച്ചിട്ടുള്ളത്. എന്നിട്ടും അവരെന്ത് ചെയ്യാണ്? പിടിച്ചു നിൽക്കുകയാണ്. അള്ളാഹ് പറയാണ്, ഇന്ന ഫിറഔന വഹാമാന വജുനൂദഹുമാ കാനൂ ഖാതിഈൻ. അവർ വിചാരിച്ചു നശിപ്പിക്കാമെന്ന്. നോ, അള്ളാഹ് വിചാരിച്ചവർക്ക് ജീവൻ കൊടുക്കാമെന്ന്. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ കൊട്ടാരത്തിൽ രാജകീയമായ സൗകര്യങ്ങളോടുകൂടി അല്ലേ, അവിടെ എത്തിയ സമയത്ത് വിശാലമായ സംഭവമാണ്. ചുരുക്കി പറയാണ്, അകത്ത് ചെന്നപ്പോ ഈ കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ? അടുത്തിരിക്കേ. അപ്പം കുഞ്ഞിന് പാല് കൊടുക്കണ്ടേ? നോക്കുമ്പം പിന്നെ ഉടനെ അനൗൺസ്മെന്റ് ചെയ്തു, ഏറ്റവും നല്ല മുലപ്പാല് കൊടുക്കുന്നതിന് വേണ്ടി പിന്നെ സ്ത്രീകളെ വരാൻ തുടങ്ങി. രാജകൊട്ടാരത്തിൽ അവസരം കിട്ടുന്നില്ല, ഒരുപാട് പാരിതോഷികം കിട്ടുമല്ലോ, പക്ഷെ ആരുടെയും പാല് കുടിക്കുന്നില്ല. അല്ലാഹു തആല ഖുർആൻ സൂറത്ത് ഖസസിൽ പറയാണ്, വഹറംനാ അലൈഹിൽ മറാദിഅ മിൻ ഖബൽ فقالت هل أدلكم على أهل بيت يكفلونه لكم وهم له ناصحون. എല്ലാ സ്ത്രീകളുടെയും മുലപ്പാൽ ആ കുഞ്ഞിന് ഹറാമാക്കി. ഏത് മുലപ്പാൽ കുടിക്കുമ്പോൾ ഉടനെ കയ്പ് വേണ്ടാന്ന് കുഞ്ഞ് തട്ടി മാറ്റുക. ഇതിനിടയിൽ ഉമ്മ സഹോദരിയോട് പറഞ്ഞു, മൂസ അലൈഹി സ്വലാത്തു സഹോദരി പറഞ്ഞു, വഖാലത്ത് ലി ഉഖ്തിഹി ഖുസ്സിഹി ഫബസറത് ബിഹി അൻ ജുനുബിൻ വഹും ലാ യശ്ഉറൂൻ. നീ പെട്ടെന്ന് അവിടെ എത്തണമെന്ന് പറഞ്ഞു. ചെന്നിട്ട് ഒന്ന് ദൂരെ നിന്ന് നോക്കണം, എന്താ അവിടെ സംഭവിക്കുന്നത് നോക്കണം. വഖാലത്ത് ലി ഉഖ്തിഹി ഖുസ്സിഹി, അവിടെ പിന്തുടരണം, ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് ദൂരെ നിന്നുകൊണ്ട് എന്താ എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് നോക്കണമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ വരുന്നവരെ ആരും പാല് കുടിക്കുന്നില്ല. കുഞ്ഞിന് ഏത് സമയം മരണം സംഭവിക്കാം. അപ്പൊ എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് വല്ലവർക്കും അറിയുമെങ്കിൽ ആരെങ്കിലും മുലപ്പാൽ കൊടുക്കുന്നവർ ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുക എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ. പെട്ടെന്ന് കിട്ടിയ ചാൻസ് കൊണ്ട് സഹോദരി അവിടെ എത്തി. സഹോദരി എന്താ പറഞ്ഞേ? നമുക്കറിയാം വക്കാലത്ത് പിന്നെ ആ സമയത്ത് സഹോദരി പറഞ്ഞു, എനിക്കറിയാം ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ ബനൂ ഇസ്രായേലുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ മുലപ്പാൽ കുടിച്ചാൽ അവരുടെ മുലപ്പാൽ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. ബനൂ ഇസ്രായേൽ എന്ന് പറഞ്ഞില്ല, അവരുടെ മുലപ്പാൽ കുടിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഈ സഹോദരി ഉമ്മ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഉമ്മ അതാണ് നല്ല ചാൻസ്, ഗോൾഡൻ ചാൻസ്, പെട്ടെന്ന് റെഡിയായി വന്നോളാൻ പറഞ്ഞു. ആ ഒരൊറ്റ സ്ത്രീയുടെ മുലപ്പാൽ കുടിക്കുന്നില്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് ഉമ്മ വരാൻ പറഞ്ഞു. നേരെ രാജകീയമായ സൗകര്യങ്ങളോടുകൂടി ആ ഉമ്മയെ അകത്തേക്ക് കയറ്റി. നോക്കുമ്പം ആ ഉമ്മയുടെ മുലപ്പാല് ആ മാർവിടം ആ കുഞ്ഞിലേക്ക് അടുപ്പിച്ച് വളരെ ആഗ്രഹത്തോടുകൂടി ആർത്തിയോടുകൂടി ആ കുഞ്ഞു മുലപ്പാല് കുടിച്ചു. യഥാർത്ഥത്തിൽ ഇവർക്ക് പോലും അറിയില്ല ഇത് ഉമ്മയാണെന്നുള്ള വിഷയം. ആർക്ക്? ഫിറോനും ഫിറോന്റെ പട്ടാളക്കാർക്കും അറിയുന്നില്ല. അതിനുശേഷം അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. പരിവാരങ്ങൾക്കും രാജ്യത്തിൽ കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്കും ഉമ്മയ്ക്കും സഹോദരിക്കും രാജകീയമായ സൗകര്യങ്ങളോടുകൂടിയ രാജകൊട്ടാരത്തിൽ അല്ലാഹു തആല താമസിപ്പിച്ചു. എത്ര വർഷം? 14 വർഷം. എത്ര? 14 വർഷം. നോക്കണം. ഇവിടെ ഒരു ഭാഗത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ
കൊന്നൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ നമ്മൾ ശരിക്കും പഠിക്കണം. ഖുർആന്റെ ഓരോ ചരിത്രങ്ങളും നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ആവർത്തിച്ച് നമ്മൾ ഈ സംഭവങ്ങൾ വായിക്കുകയും കേൾക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടി? നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കും. അള്ളാഹുലുള്ള ഉറപ്പും പടച്ചവനുള്ള ശക്തിയും അവന്റെ കഴിവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. എത്രത്തോളം നമ്മൾ കേൾക്കുകയും പറയുമ്പോൾ അള്ളാഹുലുള്ള ഈമാൻ, അള്ളാഹു ഒരാളെ തൊടണ്ടാന്ന് വിചാരിച്ച ലോകത്തൊരു ശക്തിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അള്ളാഹു ഒരാളെ തീർക്കണമെന്ന് പടച്ചവൻ വിചാരിച്ച ലോകത്തുള്ള മുഴുവൻ ശക്തിയും അവരെ പ്രൊട്ടക്ട് ചെയ്താലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അള്ളാഹു തീർക്കണം തീരുമാനിച്ചാൽ തീർന്നു. അള്ളാഹു അവനെ ജീവിപ്പിക്കണമെന്ന് പടച്ചവൻ തീരുമാനിച്ചാൽ ലോകത്തൊരു ശക്തിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് പിന്നീട് അള്ളാഹു മുമ്പ് 14 വയസ്സ് വരെ ജീവിച്ചു. അതിനുശേഷം പിന്നീട് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നോക്കുമ്പം നിൽക്കാൻ പറ്റുന്നില്ല. ബനൂ ഇസ്രായേലോട് കാണിക്കുന്ന ക്രൂരതകൾ അല്ലേ? ക്രൂരതകൾ കാണുമ്പോൾ ഒരു സമയത്ത് ഒരു ബനൂ ഇസ്രായേലിനോട്ട് വഴക്ക് കൂടുന്നത് കണ്ടു. ഒരു പറഞ്ഞു, എന്താ പ്രശ്നം വെച്ചാൽ അവൻ എന്നെ ഇടിക്കുവാണ്. നോക്കുമ്പോൾ ഉള്ളിൽ ആ ഒരു ശൗര്യം ഉള്ളിലുണ്ടല്ലോ. അവിടെ വെച്ചെന്ത് കസസിലുള്ളതാ. അവിടെ വെച്ചെന്ത് ചെയ്ത് മൂസാ അലൈഹി സ്വലാത്തു ഒരു തട്ട് കൊടുത്ത്, കൊല്ലാൻ വേണ്ടി തട്ടിയതല്ല. ഫഖളഅലി, അതോടുകൂടി ആള് തീർന്നു. അവൻ പറഞ്ഞ പിന്നെ കൊട്ടാരത്തിൽ നിന്നിറങ്ങിയ മൂസ ദാണ്ടെ ഒരു കിബിത്തിയെ കൊന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ഇത് വിവരം പറഞ്ഞ് പട്ടാളത്തിന് ഓർഡർ കൊടുത്ത് പിടിക്കാൻ വേണ്ടി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് എന്ത് ചെയ്ത് നാട് വിട്ട് ചെന്നത് എങ്ങോട്ടാണ്? മദിയനിലേക്കാണ്. മദീനയിലേക്ക് ചെന്നപ്പോൾ പിന്നുള്ള സംഭവങ്ങളൊക്കെ അറിയാമല്ലോ, അത് വിശദമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് നോക്കുമ്പോൾ ഒരു വലിയ കിണറിന്റെ അടുക്കൽ കുറെ ആളുകൾ വെള്ളം കോരാൻ വേണ്ടി വരും. അപ്പോൾ 2 സ്ത്രീകൾ മാറി നിൽക്കുവാണ്. അവർക്കാണെങ്കിൽ വെള്ളം എടുക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാ ആചാനുബാഹുക്കളെ ആളുകളെല്ലാം ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ 2 പെമ്മക്കളോട് ചോദിച്ചു, എന്താ വിഷയം? നിങ്ങൾക്ക് വെള്ളം വേണം. ഇവരെല്ലാം നിൽക്കുമല്ലോ, ഞങ്ങൾക്ക് വെള്ളം. അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്ത്, നമുക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പിന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാവരും ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം പെട്ടെന്ന് ചെയ്ത എന്താ, ആ വലിയ കിണറിന്റെ മൂടി എടുത്തങ്ങ് മാറ്റി ഒറ്റയ്ക്ക്. കുറെ ആളുകൾ ഒരുമിച്ച് പിടിച്ചാൽ മാറ്റേണ്ട മൂടി ഒറ്റയ്ക്ക് എടുത്തു. അപ്പൊ എത്ര ശക്തിയല്ലയോ. എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞോ, വെള്ളം കോരി ആ സ്ത്രീകൾക്ക് കൊടുത്തു. അവർക്ക് ഭയങ്കര സന്തോഷം. നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ അവരുടെ വാപ്പയുടെ പേരെന്താണ്? ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാം കണക്ട് ചെയ്ത് വരുവാണ് ഇല്ലയോ? ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഒരാളെ നമ്മൾ കണ്ടു. ആ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനാ, നല്ല മനുഷ്യൻ, ഞങ്ങൾക്ക് വലിയ സഹായമാണ് ചെയ്തത്. അദ്ദേഹം എല്ലാവരെയും മാറ്റിയിട്ട് സ്വന്തമായിട്ട് ആ വലിയ മൂടിയെടുത്ത് മാറ്റിയിട്ട് പിന്നെന്താ, വെള്ളം ഞങ്ങൾക്ക് കോരിത്തന്നു. വാപ്പ എന്താ പറഞ്ഞത്? മക്കളെ, അദ്ദേഹത്തെ ഇനി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ ആ സ്ത്രീകൾ, പെമ്മക്കൾ മടങ്ങി വന്നിട്ട് പറഞ്ഞു, ആ വാപ്പ വിളിക്കുന്നെന്ന് പറഞ്ഞു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. സംഭവം വിശാലമാണ് സഹോദരങ്ങളെ. പിന്നീട് ഒരു സമയത്ത് നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. ഞാൻ ചുരുക്കി അങ്ങ് പറയാം. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ സ്ത്രീകള്, ആ 2 പെമ്മക്കള് പുറകിലാക്കിക്കൊണ്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പേ പോയി. സ്ത്രീകളുടെ പുറകിലല്ല, സ്ത്രീകൾ പുറകിലും ആ പെമ്മക്കൾ പുറകിലും, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പിലും നടന്നു പോയി. വീട്ടിലെത്തിയതിനു ശേഷം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമെ സൽക്കരിച്ചു. കുറെ നേരം ഇരുന്നു. അവർ പെമ്മക്കൾ അകത്തുന്നതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ. പാപ്പയെ അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പാപ്പ ഞങ്ങൾക്ക് വേണ്ടി ഒരു വരനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരു പയ്യനെ നോക്കുവാണല്ലേ, നല്ലൊരു ബാപ്പ. അപ്പം പറഞ്ഞെന്താ, ഇന്ന ഖൈറ മനിസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. പെമ്മക്കൾക്ക് വേണ്ടി വരനെ നോക്കുന്നുണ്ടെങ്കിൽ 2 ക്വാളിഫിക്കേഷൻ നോക്കണം, 2 ക്വാളിറ്റി നോക്കണം. എന്താണ്? ഖവിയായിരിക്കണം, തൻ്റെ ഉള്ളവനായിരിക്കണം, ആണത്തമുള്ളവനായിരിക്കണം, ശക്തിയുള്ളവനായിരിക്കണം. ഞാൻ നിൽക്കുന്ന ആളാകാൻ പാടില്ല, ആള് നല്ല ഖവിയായിരിക്കണം. പിന്നെ ആരാണ്? അമീൻ, വിശ്വസ്തനായിരിക്കണം. അപ്പൊ ഞങ്ങളെ കൂടെ വന്ന സമയത്ത് ചില പെങ്കൂസന്മാരല്ല ഞാൻ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത്, അങ്ങനെ ആകാൻ പാടില്ല. അദ്ദേഹം പുറകിലായിരുന്നു, ഞങ്ങൾ മുമ്പിലായിരുന്നു. അതൊക്കെ വിശദമായിട്ട് സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശക്തി ഭയങ്കരമാണ്.
ഇന്നിപ്പം പൊതുവെ ഈ ആണുങ്ങളെ നോക്കുന്ന സമയത്ത് ആളുകളെ ഇങ്ങനെ സാധാരണ ഒരുപാട് ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കാം. ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് നമ്മളൊരു വിവാഹാലോചന നടത്തുന്നത് ആദ്യം നോക്കണം ആളിന് തൻ്റെ ഉള്ളവനാണോ നോക്കണം, അല്ലേ? യഥാർത്ഥത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗന്ദര്യം നോക്കിയല്ല നമ്മുടെ വിവാഹാലോചന എടുക്കേണ്ടത്. സ്ത്രീകളുടെ വിഷയം പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും പെൺമക്കളോട് ഓഫർ പറയുകയാണോ, നീ നല്ല യൂണിവേഴ്സിറ്റി നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിനക്ക് സുന്ദരനായ ഒരു പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതാണ് വാപ്പിച്ചു തരുന്നത്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയാം, അല്ലേ അശ്രോക്ക? അതെന്തോ അതിനകത്ത് വലിയ പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഒരു പെണ്ണും എന്ത് ചെയ്യുന്നില്ല, സൗന്ദര്യമല്ല ആഗ്രഹിക്കുന്നത്, ഇവന് തൻ്റെ ഉള്ളവനാണ്. ഇവൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ കഴിവുള്ളവനാണ്, തൻ്റെ ഉള്ളവനാണ്. അതാണ് നോക്കേണ്ടത് പ്രധാനമായിട്ടും. രണ്ടാമത്തേത് എന്താണ്? അമീൻ, വിശ്വസ്തൻ, ദീനുള്ളവൻ, തഖ്വയുള്ളവൻ, പടച്ചവനെ പേടിയുള്ളവൻ, അമാനത്തുള്ളവൻ. ഈ 2 ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക് വന്നോളും. നമ്മുടെ മക്കളെ എൻ്റെ മോളെ വിവാഹം കഴിച്ചാൽ ഇവൻ നല്ലോണം മര്യാദയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ, എൻ്റെ മോളെ നോക്കാനുള്ള കഴിവും പ്രാപ്തിയുള്ളവനാണ്, തൻ്റെ ഉള്ളവനാണ് എന്ന് നമ്മൾ നോക്കുക. രണ്ടാമത് നോക്കേണ്ടത് എന്താണ്? ദീൻ നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെയാണ്, ഇദാ ഖതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുലുഖുഹു ഫസവ്വിജൂഹു. ദീനും സ്വഭാവമുള്ള ഒരാളെ നിങ്ങളിലേക്ക് വിവാഹാലോചന നടത്തിയാൽ ഫസവ്വിജൂഹു, കണ്ണുടച്ചുകൊണ്ട് വിവാഹം കഴിച്ചു കൊടുത്തേക്കാണ് പറഞ്ഞത്. ഇതിപ്പം ഡിഗ്രികളുടെ മോൾ ഡിഗ്രികൾ ഇങ്ങനെ നോക്കി 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 ഡിഗ്രി അങ്ങോട്ട് മാച്ചാകുന്നില്ല, എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ താമസിപ്പിക്കുക. ഒന്നും നമ്മൾ നോക്കണ്ട, ഒറ്റ കാര്യം നോക്കിയാൽ ആള് കഴിവുള്ളവനാണോ, തൻ്റെ ഉള്ളവനാണോ, 2 ദീനുള്ളവനാണ്. ഏതായാലും ശരി തന്നെ. പിന്നീട് സംഭവം വിശാലമായ സംഭവമാണ്. പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നബുവത്ത് കിട്ടി, ഫിറഔനുമായിട്ട് ഏറ്റുമുട്ടി. ഫിറഔനും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിൽ പിന്നെ തിരിച്ച് നബുവത്ത് കിട്ടിയതിനു ശേഷം മടങ്ങി വന്നതിന് ശേഷം ഫിറഔനും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ നബുവത്ത് കിട്ടിയതിനു ശേഷം അല്ലാഹു തആല പറഞ്ഞു ഫിറഔന്റെ അടുക്കലേക്ക് ഇദ്ഹബ ഇലാ ഫിറഔന ഇന്നഹു തഗാ. ബാക്കി സംഭവങ്ങൾ ആ സംഭവങ്ങളിൽ കിടക്കുന്നില്ല. വിവാഹം നടന്നു. വിവാഹത്തിന്റെ മഹർ എന്താണെന്നറിയാവോ? 10 വർഷം ആടിനെ മേയ്ക്കാൻ പറഞ്ഞു. 10 വർഷം. 8 വർഷം മസ്റ്റാണ്, പക്ഷെ 10 വർഷം ആയിക്ക് വളരെ നല്ലത്. അപ്പൊ 8 വർഷം പൂർത്തിയാക്കി അതിനുശേഷം വിവാഹം നടന്നു. പിന്നീട് പിന്നെ ഭാര്യയുമായിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുരുസീന ഒരു പ്രകാശം, വെളിച്ചം കാണുന്നു. ഭാര്യ അവിടെ നിർത്തിയിട്ട് ഞാൻ പോവുകയാണ്, യാത്രയാണ്. പിന്നീട് സംഭവം വിശാലമായ സംഭവമാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് കൊടുക്കുന്നു. വന്നതിന് ശേഷം ആദ്യമായിട്ട് പറഞ്ഞു ഫിറഔന്റെ അടുക്കിലേക്ക് പോകാൻ പറഞ്ഞു. ഇന്നഹു തഗാ, അവൻ വഴിപിഴച്ചിരിക്കുകയാണ്. ലഅല്ലഹു യദക്കറു യഖ്ഷ, ചിലപ്പോൾ അവന് ഫഖൂല ലഹു ഖൗലൻ ലയ്യനൻ ലഅല്ലഹു യതദക്കറു യഖ്ഷ, അവനോട് നല്ല മയമായിട്ട് സംസാരിക്കും. ചിലപ്പോൾ അവൻ നന്നായേക്കാം, ചിലപ്പോൾ അള്ളാഹെ പേടിച്ചേക്കാം. അള്ളാഹ്ക്ക് തന്നെ അറിയാൻ പേടിക്കത്തില്ലെന്ന്, അള്ളാഹ്ക്ക് തന്നെ നന്നാത്ത. പക്ഷെ അള്ളാഹു തആല എന്ത് പറഞ്ഞു? അവനിലേക്ക് പോകാൻ പറഞ്ഞു. നമ്മൾ ഒരാളെക്കുറിച്ച് മുൻവിധി പറയാൻ പാടില്ല. നമ്മളെ ജോലി എന്താണ്? ദഅവത്താണ്. അള്ളാഹുവിന്റെ ദൗത്യം, പടച്ചവന്റെ പിന്നെ ദീനിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, തൗഹീദിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നിർവഹിച്ചു. പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഫിറഔനുമായിട്ടുള്ള സംഭവബഹുലമായ ചരിത്രങ്ങൾ, ദീർഘകാലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് നടക്കുവാണ്. ഇവിടെ ആരെല്ലാം ഇസ്ലാം ദീൻ സ്വീകരിച്ചു വരുന്നുണ്ടോ അവരെ വളരെ ക്രൂരമായ നിലയിൽ മർദ്ദിക്കുകയാണ് ആര്? ഫിറഔൻ. അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറു ഫീഹൽ ഫസാദ്. ഫസാദ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഫഅക്സറു, അവർ അധികരിപ്പിച്ചു, ഫീഹ ആ സമൂഹത്തില്, ഫസാദ് നാശം. അതായത് എന്ത് നാശമാണ്? ഈമാൻ സ്വീകരിച്ചു വരുന്ന, ഇസ്ലാം മതം സ്വീകരിച്ചു വരുന്ന, മൂസാ നബി അലൈഹി വിശ്വസിച്ചു വരുന്നവരെയൊക്കെ ഇങ്ങനെ കൊല്ലുകയും ഉപദ്രവിക്കുകയും പ്രയാസപ്പെടുത്തുകയും അവസാനം അതിന്റെ മൂർധന്യതയിലെത്തിയപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞു, സജ്ജമായി ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഫിറഔന്റെ സമയം എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നേരെ എങ്ങോട്ട് പോകാൻ പറഞ്ഞു? ബഹർ അഹ്മദ്, അല്ലേ? ഏതാണ്? ഫദ്രിബ് ബിഅസാക്കൽ ബഹർ, റെഡ് സീ, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. സമൂഹം ചോദിച്ചു, എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് നമ്മളെ? സമുദ്രത്തിന്റെ ഇടയിൽ, പുറകിൽ ഫിറഔനും ഫിറൗന്റെ പട്ടാളവും, അല്ലേ? ഫ്രണ്ടില് വലിയ സമുദ്രം,
മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന മഅയ്യ റബ്ബി സയഹ്ദി, എൻ്റെ കൂടെ എൻ്റെ അള്ളാഹ് ഉണ്ട്, അള്ളാഹ് എനിക്കൊരു വഴി കാണിച്ചു തരും. അങ്ങനെ പോകുന്നു. ഫിറൗനും ഫിറൗന്റെ കിങ്കരന്മാരും, റംസീസ് രണ്ടാമനും അവന്റെ പട്ടാളം, വഫിർഔന ദിൽ ഔതാദ്, അതിശക്തരായ പട്ടാളം, ലോകത്ത് ഫിറൗന്റെ പട്ടാളത്തെ പോലെ ശക്തരായ പട്ടാളം വേറെ ഇല്ല. പോകുന്നു, യാത്രയാകുന്നു, നൈൽ നദിയുടെ അടുക്കലെത്തി, അല്ല റെഡ് സീ സമുദ്രത്തിന്റെ അരികിലെത്തി. അള്ളാഹ് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു ഭാഗത്ത് സമുദ്രം, പുറകിൽ ഫിറഔന്റെ പട്ടാളം. ഇനി എന്ത് ചെയ്യും? അള്ളാഹ് എന്താ പറഞ്ഞത്? ഫളരിബ് ബിഅസാക്കൽ ബഹർ ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം. അടിക്കാൻ പറഞ്ഞു, വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞു. വടി കൊണ്ട് അടിച്ചു. ഫൻഫലഖ, പല എന്തായി? ആ സമുദ്രത്തെ പല വഴികൾ, ഏതാണ്ട് 12ഓളം വഴികൾ തന്നെ, ഓരോ ഗോത്രങ്ങൾക്ക് ഓരോ വഴികൾ. ആ വഴിയിലൂടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും സമൂഹവും സഞ്ചരിച്ചു, കര കടന്നു. നേരെ എങ്ങോട്ടാ അവർ പോയത്? ഇന്നത്തെ ഫലസ്തീനിലേക്ക്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഷാം. ഇന്നത്തെ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ പഴയ ഫലസ്തീൻ അല്ല അനീഫാക്ക. ഇന്നത്തെ 5 രാജ്യങ്ങൾ കൂടുന്നതായിരുന്നു പഴയ ഷാം എന്ന് പറയുന്നത്. 5 രാജ്യങ്ങൾ ഏതൊക്കെയാ? ഫലസ്തീന്, ഇപ്പോഴത്തെ ഇസ്രായേൽ, പിന്നെ ജോർദാന്, ലബനാന്, സിറിയ. ഈ 5 രാജ്യങ്ങൾ കൂടുന്നതാണ് യഥാർത്ഥ ഷാം എന്ന് പറയുന്നത്. ആ ഷാമിലേക്കാണ് പോയത്. മോനെ അതിൽപ്പെട്ട അല്ല ഡമാസ്കസ് അല്ല മോനെ, ഡമാസ്കസ് എന്ന് പറയുന്നത് ഷാമിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഷാമിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. പിന്നീടാണിത് ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് മാറിയത്. അതിൽപ്പെട്ട ഫലസ്തീന്റെ ഒരു ഭാഗമാണ് ഇസ്രായേലായിട്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം ഇല്ലാത്തതാണ്, പിടിച്ചെടുത്തതാണ്, മുഹ്തല്ലതാണ്. അർദുൽ മുഹ്തല്ലയാണ്, പിടിച്ചെടുക്കപ്പെട്ട ഒരു പ്രദേശമാണ്. ഫലസ്തീന്റെ ഒരു ഭാഗം ഒരു പിടിച്ചെടുത്ത ഒരു രാജ്യമാക്കി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ ഷാമിന്റെ ഭാഗങ്ങളിൽപ്പെട്ട ഒരു ഭാഗമാണ് അവർ കൈയടക്കുന്നത്. അവര് ഇസ്ലാമിലേക്ക്, ദീനിലേക്ക് കടന്നു വന്നതിന് ശേഷം പൂർണ്ണമായിട്ടും മുഅ്മിനീങ്ങൾ, വിശ്വാസികളാണ് അവർ മുഴുവൻ. അന്നത്തെ സമൂഹത്തിൽ കടന്നു വന്നവരെല്ലാവരും ആരാണ്? മുഅ്മിനീങ്ങളാണ്, വിശ്വാസികൾ, കെലിമയുടെ അഹലുകാരാണ്, തൗറത്തിന്റെ അഹലുകാരാണ്. പിന്നീട് എപ്പോഴാണ് അവർ യഹൂദികളായിട്ട് മാറുന്നത്? അതിനുശേഷം ഒരുപാട് പ്രവാചകന്മാർ വന്നു. പിന്നീട് അവരിലേക്ക് കുഫർ വന്നു, ഷിർക്ക് വന്നു, റിദ്ദത്ത് വന്നു. അടുത്ത പ്രവാചകന്മാർ വരുന്നതനുസരിച്ച് പ്രവാചകന്മാരെ കൊല്ലാൻ തുടങ്ങി, അവരോട് ധിക്കാരം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു. അവസാനം പിന്നെ പല പ്രവാചകന്മാർ അതിന് ശേഷം പരമ്പരയായിട്ട് വന്നു. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ സുലൈമാൻ നബി അലൈഹി, എത്ര പ്രവാചകന്മാരെ കടന്നു വന്നു. ഇതിന് ഏറ്റവും അവസാനമായിട്ട് അവർ കടന്നു വന്ന പ്രവാചകനാണ് ആര്? മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. സംഭവം ഇതാണ്. അപ്പം സ്വാഭാവികമായിട്ടും മുസ്ലിമീങ്ങൾക്ക്, വിശ്വാസികൾക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്. പിന്നീടാണ് അവിടെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികളെ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു, നാടുകടത്തപ്പെട്ടിരുന്നു. പിന്നീട് അവർ കടന്നു വന്നതാണ് അതിലേക്ക്. മനസ്സിലായത്? ആ ഭൂമി പിടിച്ചെടുത്തതാണ്. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറഔനെയും സമൂഹത്തെയും ചെങ്കടലിൽ മുക്കി കൊന്നു. അതാണ് ഈ പറയുന്ന ബാക്കി ആയത്തിന്റെ ഫസബ്ബ അലൈഹിം റബ്ബുക സൗതഅൽ. അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിച്ചു, ചൊരിഞ്ഞു. റബ്ബുക, താങ്കളുടെ രക്ഷിതാവ്. സൗത്ത അദാബ്, അദാബിന്റെ മമ്മട്ടി, ചെമ്മട്ടി എന്ന് പറഞ്ഞാൽ അദാബിന്റെ വടി അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിയുകയും എന്നേക്കുമായിട്ട് അവരെല്ലാവരും ആ ചെങ്കടലിൽ മുങ്ങി നശിക്കുകയും ചെയ്തു. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. അതിനുശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന റബ്ബക ലബിൽ മിർസാദ്. വല്ലാത്ത ആയത്താണ് സഹോദരൻ. തീർച്ചയായിട്ടും നിന്റെ റബ്ബ് മിർസാദ് എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മമായ നിലയിൽ അള്ളാഹു വീക്ഷിച്ചുകൊണ്ട്, റസാദ്, റഡാറിലാണ് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തുടർന്നുള്ള ആയത്തുകൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സർവശക്തനായ പടച്ചവൻ പരിശുദ്ധമായ കലാമിനെ അള്ളാഹു നല്ല രീതിയിൽ മനസ്സിലാക്കാൻ, പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കലാമിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ അള്ളാഹുവെ, കരുണയുള്ള പടച്ചവനെ, കൃപയുള്ള തമ്പുരാനെ, ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ ഈ ദർസിനെ നീ കബൂലാക്കണേ പടച്ചവനെ. അറിഞ്ഞോ അറിയാതെ ഒരു ഹസ്യമായ പരസ്യമായി വന്നു പോയിട്ടുള്ള എല്ലാ പാവങ്ങളും നീ പുറത്തു തരണേ പടച്ചവനെ. അള്ളാഹു നിന്നിലുള്ള ഈമാനും യഖീനും ഞങ്ങളുടെ ഹൃദയത്തിൽ അർപ്പിച്ചു തരണേ അള്ളാഹ്. അള്ളാഹു നിന്റെ ശക്തിയും പവറും നിന്റെ വളർമയും നിന്റെ ഖുദ്റത്തും
അള്ളാഹുവെ ശരിയായ നിലയിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ ഇറക്കി തരണേ പടച്ചവനെ. അള്ളാഹു പാവപ്പെട്ട ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണേ അള്ളാഹ്. ഫലസ്തീൻ മുജാഹിദീങ്ങളെ നീ സഹായിക്കണേ പടച്ചവനെ. മുകളിൽ നിന്നും താഴെ നിന്നും ഇടത്തുനിന്നും വലത്തുനിന്നും എല്ലാ നിലയിലും നീ സഹായിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ വർഷങ്ങളായി, എത്രയോ വർഷങ്ങളായിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം ക്രൂരമായ നില കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പാവങ്ങളെയും സാധുക്കളെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവെ ജൂതശക്തികൾ, സയനിസ്റ്റ് ശക്തികളുടെ കരങ്ങൾ നീ പിടിക്കണേ അള്ളാഹ്. അല്ലാഹുമ്മ അലൈക ബിൽ യഹൂദ്, അല്ലാഹുമ്മ അലൈക ബിൽ യഹൂദ്, അല്ലാഹുമ്മ അലൈക ബിൽ യഹൂദ്. അള്ളാഹുവെ പടച്ചവനെ നീ അവന്റെ കൈകളിൽ നീ പിടിക്കണേ അള്ളാഹ്. അള്ളാഹുവെ പടച്ചവനെ ഇസ്ലാമിക രാജ്യങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും മുഴുവൻ ഭീഷണിയായി നിലകൊള്ളുന്ന, പശ്ചിമേഷ്യയിൽ നിലകൊള്ളുന്ന അള്ളാഹു അവരുടെ ശക്തി നീ ക്ഷയിപ്പിക്കണേ അള്ളാഹ്. അല്ലാഹുമ്മ ശത്തിത് ശംലഹും, അല്ലാഹുമ്മ മസ്സിഖ്ഹും കമാ മസ്സഖ്ത ആദൻ വസമൂദ്. അള്ളാഹുവെ പടച്ചവനെ നീ അവരെ തകർക്കണേ അള്ളാഹ്. അല്ലാഹുമ്മ അഹ്ലിക്ഹും കമാ അഹ്ലക്ത ആദൻ വസമൂദ്. ആദ് സമൂദ് ഗോത്രങ്ങളെ നശിപ്പിച്ചതുപോലെ നീ അവരെ നശിപ്പിക്കണേ അള്ളാഹ്. അള്ളാഹുവെ ഫലസ്തീൻ ആ നാടിന് നീ മോചനം നൽകണേ അള്ളാഹ്. ബൈത്തുൽ മുഖദ്ദസിന് നീ മോചനം നൽകണേ പടച്ചവനെ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെ നീ നന്നാക്കി ചെയ്യണേ അള്ളാഹ്. ഞങ്ങളുടെ കൂട്ടുകാരെ നീ സഹായിക്കണേ പടച്ചവനെ. അള്ളാഹു കുവൈത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ, ദാറുൽ ഖുർആനിലെ പഠിതാക്കളെ ഓരോരുത്തരെയും നീ സഹായിക്കണേ പടച്ചവനെ. എല്ലാവരെയും നീ കബൂലാക്ക് പടച്ചവനെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ അറിയുന്നവനാണ് പടച്ചവനെ. എല്ലാ ഹലാലായ മുറാദുകളെയും നീ ഹാസിലാക്കി കൊടുക്കണേ പടച്ചവനെ. വളരെ ആവേശത്തോടു കൂടി ഓൺലൈനായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, കൃത്യമായ ക്ലാസ്സുകൾ പങ്കെടുക്കുകയും ഹോംവർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരിമാര്, ധാരാളം സഹോദരിമാർ ദാറുൽ ഖുർആനിലെ പഠിതാക്കളായിട്ടുണ്ട് പടച്ചവനെ. അവർക്ക് എല്ലാവർക്കും നീ വമ്പിച്ച പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. അവരുടെ കുടുംബങ്ങളെ മുഴുവൻ പടച്ചവനെ ഖുർആനിന്റെ അഹ്ലുകാരാക്കണേ അള്ളാഹ്. ഞങ്ങൾ ഓരോരുത്തരെയും നീ ഖുർആനിന്റെ അഹ്ലുകാരാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാര് അള്ളാഹുയെ പടച്ചവനെ വളരെ ആഗ്രഹത്തോടെ ആവേശത്തോടു കൂടി ദാറുൽ ഖുർആനിൽ ഓരോരുത്തർക്കും പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഈ മഹത്തായ ദർസിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അള്ളാഹുയെ നീ വമ്പിച്ച പ്രതിഫലം കൊടുക്കണേ അള്ളാഹ്. അവർക്ക് എല്ലാ നിലയിലും ബർക്കത്തുകളും ചൊരിഞ്ഞു കൊടുക്കണേ പടച്ചവനെ. പല കാരണങ്ങളുടെ പേര് ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഞങ്ങളുടെ കൂട്ടുകാരുണ്ട് പടച്ചവനെ. അവരെ നീ സ്വീകരിക്കണേ പടച്ചവനെ. അവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ചായ കൊടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹനീഫാക്ക പടച്ചവനെ, അദ്ദേഹത്തിന് നീ വമ്പിച്ച പ്രതിഫലം കൊടുക്കു പടച്ചവനെ. കുടുംബത്തിനും മക്കളിലും എല്ലാ നിലയിലുള്ള ഹൈർ ബർക്കത്തുകൾ ഐശ്വര്യങ്ങൾ കൊടുക്കു പടച്ചവനെ. ആഫിയത്ത് സിഹത്ത് സലാമത്ത് കൊടുക്കണേ പടച്ചവനെ. ക്ലാസ്സിലുള്ളവരെയൊക്കെ വളരെ രാവും പകലും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ സത്താർ സാഹിബിനെ പടച്ചവനെ നീ ആഫിയത്ത് സിഹത്ത് സലാമത്ത് കൊടുക്കണേ പടച്ചവനെ. കൂടുതൽ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നീ തൗഫീഖ് കൊടുക്കണേ പടച്ചവനെ. ക്ലാസ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ റംഷിയെയും കൂട്ടുകാരെയും അഷ്റഫക്ക, അതുപോലെ സനോജ് സാഹിബ് അടക്കമുള്ള ഞങ്ങളുടെ ദാറുർ റഹ്മയുടെ സഹോദരങ്ങൾ, അതിന്റെ സാരഥികൾ എല്ലാവരെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുയെ കുവൈത്തിൽ എന്ന് മാത്രമല്ല ലോകത്തിലെ നാട്ടിൽ ധാരാളം നിന്റെ അടിമകൾക്ക് ഈമാനിന്റെ, ഖുർആനിന്റെ, സുന്നത്തിന്റെ പ്രകാശം പരത്തുന്ന മഹത്തായ കൂട്ടായ്മയായി അള്ളാഹുയെ പടച്ചവനെ ഞങ്ങളുടെ ദാറുൽ ഖുർആനെ നീ സ്വീകരിക്കണേ പടച്ചവനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലി അലാ നബി മുഹമ്മദ് വഅലിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.